യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും ആ ഒരു വിളി സ്വീകരിച്ച് കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, അല്ലേ? ചിലരെ ഞങ്ങൾ അച്ഛന്മാരെന്തെങ്കിലും കുഴപ്പം കാണിച്ച ഉടനെ ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതും, ഇവന്മാരെ എല്ലാം പിടിച്ച് പെണ്ണ് കെട്ടിക്കണമെന്ന്. അങ്ങനെ കുഴപ്പം കാണിക്കുന്നവർക്കുള്ള ജീവിതാവസ്ഥയാണോ കുടുംബജീവിതം? ആണോ? അല്ല. എന്ന് പറഞ്ഞ പോലെ ചില പാർട്ടികൾ കുടുംബജീവിതം ഒന്നും നയിക്കാതെ ഇങ്ങനെ പൊരന്നിറഞ്ഞ് നിൽക്കുന്ന കുറേ പാർട്ടികളെ കണ്ടുപറയും, ഇവന്മാരെല്ലാം നമുക്ക് സെമിനാരി ചേർക്കാം. അത് ശരിയാവുമോ? ഇല്ല. കാരണം ഓരോ ദൈവവിളിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ സിദ്ധികളുണ്ട്. ദൈവം അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനാകാൻ പറ്റാത്തവർക്കെല്ലാം കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പ്രത്യേക വിളി വേണം, അല്ലേ? ഇനി കല്യാണം കഴിച്ചിട്ട് ശരിയാകാത്തവനെ എല്ലാം പിടിച്ച് ബ്രഹ്മചര്യം ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ലത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റേതായ പ്രത്യേകതയുള്ള വിളികളാണ്. അപ്പം നിങ്ങൾ ആ ദൈവ വിളി കിട്ടിയവരാണെന്നുള്ള ഒരു വലിയ ബോധ്യമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചാണ്. ശരിയാണോ അല്ലയോ? ലോകത്ത് ഒരു പുരുഷനും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭാര്യയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരുഷൻ അവളുടെ അപ്പൻ തന്നെയാണ്. കാര്യം അയാൾ കള്ളുപിടിച്ച് 4 കാലം നടക്കുന്ന ആളൊക്കെയാണ്. പക്ഷെ ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരുഷൻ അപ്പൻ തന്നെയാണ്. ഈ ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവരുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് അയാളുടെ അമ്മ തന്നെയാണ്. അത് സഹിക്കത്തില്ല പലർക്കും. കാരണം ഇവർ പറയുന്നത്, ഞങ്ങൾ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം മുതൽ ഞാനായിരിക്കണം ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ. നടക്കുന്ന കാര്യമില്ല ഇതൊന്നും. കാരണം എന്താ? അത്രമാത്രമാണ് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മൾ ആദ്യം ഓർക്കുന്നത് ആരെയാണ്? മാതാപിതാക്കളെയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു ബന്ധം മക്കളെ വളരെ ഗൗരവമായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികൾ, ഇപ്പം ചില പിള്ളേരാണെങ്കിൽ, ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലേ അവർ മാറി താമസിക്കണം, അവർ 2 കാലയിൽ നിൽക്കണം, അവർ ജോലി ചെയ്യണം, അവർ പണം ഉണ്ടാക്കണം. അപ്പോൾ അവരെ സ്വയം പര്യാപ്തരാക്കാൻ നിർബന്ധിക്കുന്ന ഒരു കൾച്ചറാണ് ഇവിടെയുള്ളത്. എ കമ്പൾഷൻ ടു ബിക്കം സെൽഫ് സഫീഷ്യൻറ്റ്. പക്ഷെ നമ്മൾ നാട്ടിൽ അങ്ങനല്ല. നമ്മൾ പരമാവധി കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പേരൻറ്റിംഗ് ആണ് നമ്മൾ പരിചയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മീഡിയം വളരെ നല്ലതാണ്. അതായത് നമ്മൾ കുറേയും കൂടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ പഠനത്തെയൊക്കെ സപ്പോർട്ട് ചെയ്താലുള്ള ഒരു ഗുണം, അവരൊരു 10-25 വയസ്സൊക്കെ ആകുമ്പം അവർ സെറ്റിലായി. അവർക്ക് പിന്നെ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. അതേസമയം സായിപ്പും മദാമയും അങ്ങനല്ല. അവരിങ്ങനെ ലോൺ എടുത്ത് പഠിച്ച് അതിൻ്റെ ലോണെല്ലാം അടച്ചടച്ച് അവർ വർഷങ്ങൾ അങ്ങ് എടുക്കുകയാണ്. പക്ഷെ നമ്മുടെ കുട്ടികളെ പേരൻസ് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ സെറ്റിലാകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം, അതിനകത്ത് ചിലർ 2 കാലിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്തവരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സങ്കടകരമായ കാര്യം. അവർ ജോലിക്ക് പോകത്തില്ല, അവർ വീട്ടിൽ തന്നെ ഇരിക്കും, അവർക്ക് റിലേഷൻഷിപ്സ് ഇല്ല. അവരാകപ്പാടെ ചെറുപ്പത്തിൽ ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ബുള്ളിയിങ്ങോ അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്സോ ഒരു മൈഗ്രൻറ്റ് എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടിയ ഒരു ഒറ്റപ്പെടലോ ഒക്കെ that becomes part of their psychological make, and sometimes they limit themselves to their own families. They are not ready to get away from the security provided by their families. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെ ഒരു സാഹചര്യം കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദമ്പതികൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ മക്കളുടെ ആത്മവിശ്വാസമായിട്ട് മാറുന്നത്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം, നിങ്ങൾ സ്നേഹത്തിലാണെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ
നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു വലിയ സുരക്ഷിതത്വം കൊടുക്കുകയാണ്. കാരണം ഫോർ ദം യുവർ റിലേഷൻഷിപ്പ്, യുവർ സോളിഡ് റിലേഷൻഷിപ്പ്, യുവർ ലവ് റിലേഷൻഷിപ്പ്, ദാറ്റ് ബിക്കംസ് ലൈക്ക് എ പ്രൊട്ടക്റ്റീവ് റോക്ക് ഫോർ ദം. അപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പപ്പായും മമ്മിയും ഉണ്ട് എന്നുള്ള ഒരു വലിയ ചിന്തയിലേക്ക് അവർ വരികയാണ്. അത് നമ്മുടെ കുട്ടികളെ ഒത്തിരിയേറെ സ്വാധീനിക്കും. അപ്പോൾ അവർക്കും ആ ഒരു സുരക്ഷിതത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കാൻ, അപ്പൻ്റെ മടിയിലൊക്കെ ഇച്ചിരി നേരം കിടക്കാൻ, അമ്മയുടെ കൂടെ കുറച്ച് സമയം കിടന്നുറങ്ങാനും അതുപോലെ വർത്തമാനം പറയാനും എല്ലാം അവർക്കിഷ്ടമായിട്ട് വരികയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കൺസേൺ എക്കണോമിക്കായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അത് വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, നിങ്ങളാകപ്പാടെ ക്ഷീണിക്കുന്നു. പിള്ളേർ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും ജീവനോടെ അതുങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നു. കാരണം നിങ്ങൾ തളർന്നാണ് വരുന്നത്, നിങ്ങൾക്ക് ഉറക്കം ഒത്തിരി നഷ്ടപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഇമോഷണൽ കണക്ഷൻ കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. കാരണം വല്ലാത്ത ഒരു ആങ്സൈറ്റിയാണ്. ഈ ലോണെല്ലാം അടഞ്ഞു പോകണ്ടേ, അപ്പോൾ ജോലി ചെയ്യണം, പിള്ളേരെയൊക്കെ നമുക്ക് പിന്നെ സ്നേഹിക്കാം എന്നൊക്കെ കരുതി പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, എപ്പോൾ ഉണ്ടെങ്കിലും സ്നേഹിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു ഏകാന്തത, ഒരു ലോൺലിനെസ് കൂടുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കിതിനൊരു പരിഹാരം എന്താണ്? കുറച്ചുകൂടെ ഒരു ഫാമിലി ടൈം ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഫാമിലി ടൈം ക്രിയേറ്റ് ചെയ്യുക, ഒരുമിച്ചിരിക്കുക, സ്നേഹമായിട്ട് കുറച്ച് സമയമൊക്കെ വർത്തമാനം പറയുക, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഞങ്ങൾ ആണുങ്ങളാണ് പുറകോട്ടെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സീരിയസ് ആണ്. വീടിനകത്ത് കയറിയാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ വീടിനകത്ത് കയറുന്നതോടുകൂടി ഞങ്ങളെല്ലാം ഗൗരവ രോഗത്തിന് അടിമകളാവുകയും ഭയങ്കര സീരിയസ് ആവുകയും ചെയ്യും. ഞങ്ങൾക്ക് ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഭാര്യ എന്തെങ്കിലും ചോദിച്ചാലും ഓ എന്നൊക്കെ പറയത്തുള്ളൂ. കുറച്ച് ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ട് ഞങ്ങളങ്ങ് പോവുകയാണ്. അതെല്ലാം ഞങ്ങളുടെ ഒരു കുഴപ്പം. അതല്ല ഞങ്ങളുടെ ആ മലയാളി ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളെല്ലാവരും. 500 അമ്മമാരുടെ ഒരു പരമ്പരയാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അത് ക്ഷമിക്കണം. ചിരിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, വർത്തമാനം പറയാനത്തില്ല. അപ്പോൾ ഭാര്യ നോക്കുമ്പോഴത്തേക്കും ഇയാൾ പള്ളിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മെയിൻ ആളാണ്. വാഡ്യമൊക്കെ കുത്തി എന്നതാപ്പോൾ ഇയാൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. അല്ലെങ്കിൽ അസോസിയേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ എന്നതാ ഇയാൾ ആരോടൊക്കെയാ വർത്തമാനം പറയുന്നത്, നമ്മളൊഴിച്ച് ബാക്കി എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്ന് അട്ടഹസിക്കുന്നു. പാവം ഭാര്യ ഇതെല്ലാം കണ്ട ഓരോ മൂലയ്ക്ക് ഹാൻഡ് ബാഗ് വേണ്ടി കുത്തിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ വെറുതെ ഒന്നുമല്ല, ഇയാൾ വീട്ടിൽ വരട്ടെ, ബാക്കിയെ കൊണ്ട് പറയാം. അതൊരു വലിയ പ്രശ്നമാണ്. അതായത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ടുണ്ടല്ലോ വീടെന്ന് പറഞ്ഞാൽ പലർക്കും, പല പിള്ളേർക്കും ഒരു അവാർഡ് പടം പോലെയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷമൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് ഒത്തിരി സ്നേഹമൊന്നും വേണ്ട. അവർക്ക് ഒരു ക്വാളിറ്റി ടൈം, അവരെ ഒന്ന് കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ്. അത് ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഒന്ന് ഹൃദ്യമാകുമ്പം തന്നെ ആ കുടുംബത്തിലെ അന്തരീക്ഷം അങ്ങോട്ട് മാറും. പിള്ളേർക്ക് അത് പെട്ടെന്ന് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. അവന് വളരെ കാര്യമായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുന്നയാളാണ്. ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം നടത്തും. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അവന് 6 മാസം കൂടിയിരിക്കുമ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവൻ ആർക്കെങ്കിലും ബ്ലഡ് കൊടുക്കുന്ന കാണാം. ഏതെങ്കിലും ഒരിടത്ത് വീട് വെക്കാനായിട്ടുണ്ടെങ്കിൽ അവനവിടെ പൊതുപ്പണിക്കായിട്ട് സഹായിക്കാനായിട്ടുണ്ട്. ഭയങ്കര സോഷ്യൽ മൈൻഡുള്ളൊരു പയ്യൻ. അപ്പം ഞാൻ അവനോട് പറഞ്ഞടാ, നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും? ഉടനെ അവൻ എന്നോട് പറഞ്ഞു, പിതാവേ അത് തമാശാണ്. അതായത് ഞങ്ങൾ 4-5 ആമക്കളാണ് ആ വീട്ടിൽ. അപ്പോൾ ആമക്കൾക്ക് അമ്മമാരോടൊക്കെ ഒരു പ്രത്യേക അടുപ്പമുണ്ടല്ലോ, ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. വൈകുന്നേരം ആകുമ്പം
അത്താഴം കഴിയുമ്പം പപ്പ മമ്മിയെ പറഞ്ഞു വിട്ടിട്ട് അടുക്കള കയറി പാത്രം മുഴുവൻ കഴുകി കിച്ചൺ നല്ല സൂപ്പറായിട്ട് നല്ല വൃത്തിയാക്കി കൊടുക്കും. അപ്പം മൂത്തവനും അമ്മയുടെ കാര്യമല്ല, അമ്മയെ സഹായിക്കുന്നല്ലേ, അവനും കൂടെ തുടങ്ങി മമ്മിയെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇളയവനും പാത്രം കഴുകാറായപ്പോൾ അവനും കയറി. ഇപ്പോൾ പയ്യൻ അവൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്, 5 പേർക്കും കൂടെ കഴുകാനുള്ള പാത്രം വീട്ടിലില്ലാഞ്ഞിട്ട് ഞങ്ങൾ അയലോക്കത്തെ പാത്രം കഴുകാൻ തുടങ്ങി. തമാശയായിട്ട് പറഞ്ഞാണേലും അങ്ങനെയാണ് നാട്ടുകാരെ എല്ലാം സഹായിക്കാൻ അവൻ പഠിച്ചത് എന്ന് പറയും. ഞാൻ ഓർക്കായിരുന്നു, ഒരു നിസ്സാര കാര്യമാണ്. അപ്പൻ അമ്മയെ കെയർ ചെയ്യുന്നത് കണ്ട് മക്കൾ എല്ലാവരെയും കെയർ ചെയ്യാൻ പഠിക്കുകയാണ്. നല്ല പിള്ളേരാണ് അവർ, നല്ല മിടുക്കര് പിള്ളേരാണ്. അപ്പോൾ ഞാനിത് ഒരു പള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സഹോദരി എന്നെ കാണാൻ വന്നു. ഏത് രാജ്യത്താണ് പിതാവേ അങ്ങനെ? ഏത് രാജ്യത്താണ് ഇങ്ങനെ പാത്രം കഴുകുന്ന ഭർത്താക്കന്മാരുള്ളത്? അവിടെ എങ്ങാനും പോയി ഒരു കല്യാണം ഒന്നുകൂടെ കെട്ടിയാലും. ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനുണ്ട്, എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ എവിടെ. അപ്പോൾ ഇതൊന്നും ഈ ഷിക്കാഗോ രൂപതക്കാരെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞങ്ങൾ പാവങ്ങൾ ആണുങ്ങളാണ് അടുക്കള കയറുന്നതെന്നും എനിക്കറിയാം കേട്ടോ. അല്ല, അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു പ്രഷർ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് കുറച്ചുകൂടെ ഒരു പരസ്പരം ഇണയും തുണയുമാകുന്ന ആ ഒരു ജീവിതം, അത് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം തന്നെ വളർന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ വളരെ ആഴത്തിൽ അത് സ്വാധീനിക്കുകയാണ്. അവരുടെയും കുടുംബജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് വലിയ കരുത്ത് ലഭിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് വെറുതെ കല്യാണം, ചുമ്മാ ഒരു കോൺട്രാക്റ്റ് അല്ല. കത്തോലിക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സാക്രമെൻറ്റ്. ഒരു ഗ്രേസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് മനുഷ്യൻ്റെ വാക്കുകളിൽ പറയാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തൊരു കൃപ നമുക്ക് കിട്ടുകയാണ്. എന്തിനാണ് ഈ കൃപ കിട്ടുന്നത്? മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനുള്ള കൃപ. അത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴും ഈ സാക്രമെന്റൽ ഗ്രേസ് ഈസ് ഹെൽപ്പിംഗ് യു. അത് നമ്മളൊന്ന് അടിസ്ഥാന ചിന്തയാക്കി മാറ്റണം. നമ്മൾ സാധാരണ പാർട്ടികളല്ല, കൃപ ലഭിച്ചവരാണ്, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. ദൈവം കൂടെ നടക്കുന്ന ജനതയാണ് നമ്മൾ. നമുക്ക് ആ തമ്പുരാൻ്റെ കൃപ കൂദാശകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സാക്രമെൻ്റൽ ഗ്രേസ്. രണ്ടാമതായിട്ട്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ഒരുമിച്ച് നിന്ന് ഇതിനെയെല്ലാം നേരിടാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ ആരോഗ്യകരമായ സ്നേഹം തുളുമ്പുന്ന കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.